ലാസ്റ്റ് ടൈം ഈ ഗേറ്റ് ചാടിക്കടന്നതിനാണ് കുറേ നെഗറ്റീവ് മെസ്സേജസ് വന്നത്, പിന്നെ കുറച്ച് പോസിറ്റീവ് മെസ്സേജസും വന്നു. ഇപ്പം 4 ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റിനുള്ള ആൾക്കാരാണ് ഇപ്പം ഇത് ചാടിക്കടക്കുന്നത്. അന്ന് ഞാനും എൻ്റെ ചെറുക്കനും ആയതുകൊണ്ട് മലയാളീസിന് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെയായിരുന്നു കമന്റ്. ഈ ഗേറ്റ് ചാടിക്കടന്നില്ലെങ്കിലും വേറെ മേൽക്കൂടെ വഴിയുണ്ട് കേട്ടോ. പിന്നെ ഒരു 5 കിലോമീറ്റർ നമുക്ക് ലാഭം കിട്ടും, അതിന് ചാടുന്നുണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനത്തെയൊക്കെ ചെറിയ റിസ്കുകൾ ഈ പ്രായത്തിലല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. വയസ്സായി കഴിഞ്ഞ് പിന്നെ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും ഇവിടുത്തെ സീനിക് ബ്യൂട്ടി എന്ന് പറയുന്നത് നല്ല രസമാണ് കേട്ടോ കാണാൻ. പിന്നെ ചെറിയ ചെറിയ ഗേറ്റുകളുണ്ട്. അങ്ങനെ നമുക്ക് ബ്രേ തൊട്ട് ഗ്രേ സ്റ്റോൺ വരെ നടക്കാനുള്ള പാത്താണിത്. ഒന്ന് ചില്ലായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് കിടക്കുകയും നാട്ടിലെ പോലെ കടലിലിറങ്ങാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. നല്ല തണുപ്പാണ്. ഇവിടെ ക്യാമൽ സഫാരി ഒന്നുമില്ല. വേണമെങ്കിൽ ക്യാമലിന്റെ ചെറിയ ഉടുപ്പ് കിട്ടും, അത് വേണമെങ്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാം. ഇതുപോലെ ഏത് കോണ്ടിനെന്റ് ആയാലും എത്ര ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും സുന്ദരനായ ചെറുക്കൻ വന്ന ആരാണ് നോക്കാത്തെ? ഇത് കണ്ടില്ലേ, കണ്ണും തുറന്ന് രണ്ടുപേരും നോക്കിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഞങ്ങൾ 4 കൺട്രിക്കാർക്കും യാതൊരു മാറ്റവും ഇല്ല. ഞങ്ങളുടെ അന്നക്കൊച്ചിൻ്റെ കിളി പോയെന്നാണ് തോന്നുന്നത്. സമ്മറിൽ പിന്നെ സൂര്യൻ 9 മണിക്ക് ഫുൾ ആണായതുകൊണ്ട് ടൈം പോയതേ അറിഞ്ഞു. അതുകൊണ്ട് 11 o'clock ആയി വീട്ടിലെത്തിയപ്പം.